ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാട്രിയോട്ട് എന്ന സിനിമ ഇപ്പോൾ കണ്ടിറങ്ങി വരികയാണ്. സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായ പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ പാട്രിയോട്ട്. ഒരു മാസ് ഫിലിം കാണാൻ പോകുന്ന മൂഡോടുകൂടി ഒരിക്കലും നിങ്ങൾ ആരും ഈ സിനിമ കാണാൻ പോകരുത്. ഒരു 2020 അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സോ കാണുന്ന പോലെ കാണേണ്ട ഒരു ഫിലിമല്ല പാട്രിയോട്ട്. അത് കണ്ടന്റ് ബേസ് ചെയ്തിട്ട് പോകുന്നൊരു പടമാണ്. ഇപ്പോൾ ചില റിവ്യൂസ് കുറ്റം പറയുന്ന പോലെയുള്ള വലിയ ഒരു പ്രശ്നം എനിക്ക് ഈ സിനിമയിൽ തോന്നിയില്ല. ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ മമ്മൂക്ക പറഞ്ഞതുപോലെ ഒരു ഹീറോസിനെ വലിയ രീതിയിൽ ഹൈപ്പ് കാണിച്ചിട്ട് ഒരു എൻട്രി കൊടുക്കുക അങ്ങനെയൊന്നും ഡയറക്ടർ ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു 2020 എന്ന് പറഞ്ഞ സിനിമ കാണുന്ന ഒരു ലാഘവത്തോട് കാണേണ്ട ഒരു സിനിമയല്ല പാട്രിയോട്ട്. മമ്മൂക്ക അറിയാലോ, ഗംഭീരമായി. ലാലേട്ടനും ഗംഭീരമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫഹദിൻ്റെ പെർഫോമൻസാണ്. ഫഹദ് ഓൾറെഡി പല സിനിമകളിൽ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രം, അതേ ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. പക്ഷേ പുള്ളി എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ പുള്ളിയുടെ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ദർശന പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ ഒരു കൊളീഗായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പെർഫോമൻസാണ് എനിക്ക് ഏറ്റവും ബ്രില്യൻ്റായി തോന്നിയത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ആ കുട്ടി പെർഫോം ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയുടെ ടീമിലുള്ള ഒരു ലണ്ടനിലൊക്കെ അവർ പോകുന്ന സമയത്തൊക്കെ കൂടെയുള്ള ഒരു കുട്ടി. ആ കുട്ടി ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. വളരെ നല്ലൊരു പെർഫോമൻസ്. എൻ്റെ ആക്ട്രസിൻ്റെ നെയിം എനിക്കറിയില്ല. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ടോട്ടലി ഒരു നല്ല സിനിമയാണ്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകളുണ്ടാവും. മാസ് സിനിമ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആ സിനിമ തന്നോളണമെന്നില്ല. പക്ഷേ ഒരു നല്ലൊരു സിനിമ, ഒരു ചെറിയൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമ. ആക്ച്വലി ഈ സിനിമ ഒരു 3-4 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ, കാരണം ഇന്ന് ഈ മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെയുള്ള യൂസ് ഉള്ളത് നമ്മളെ പൊതുസമൂഹത്തിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് കൂടുതൽ അവെയറാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇതൊരു 3-4 വർഷം മുന്നേ ഇറങ്ങിയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രസക്തിയാവുമായിരുന്നു സിനിമ. എന്നിരുന്നാലും എല്ലാവരുടെയും പെർഫോമൻസും മേക്കിങ്ങും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഒരു പ്രാവശ്യമൊക്കെ കാണാനുള്ള ഒരു നല്ലൊരു സിനിമയാണ്. പിന്നെ ഈ കുറ്റം കണ്ടുപിടിക്കാനായി മാത്രം പോകുന്നവർക്ക് ചില സമയം കുറ്റം കണ്ടുപിടിക്കാം. ഈ മാസ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി പോകുന്നവരും ഇത് ഒരു വർഷം കുറ്റം പറഞ്ഞേക്കാം. അല്ലാണ്ട് ഒരു നോർമലായിട്ട് നമുക്ക് വാച്ച് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പം എല്ലാവരും പാട്രിയോട്ട് കാണുക. ഓക്കെ, ബൈ.